ആഗോള അയ്യപ്പ സംഗമത്തിന് അങ്ങനെ സമാപനമായിരിക്കുകയാണ്. സമാപന സമ്മേളനം ഇപ്പോൾ നന്ദി പ്രകടിപ്പിച്ചതിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. 3 സെഷനുകളുടെ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സമാപന സമ്മേളനം അവിടെ ഇപ്പോൾ ആരംഭിച്ചത്. ദേവസ്വം മന്ത്രി VN വാസവനായിരുന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, അതിനോട് തുടർന്ന് ക്രോഡീകരിച്ച റിപ്പോർട്ടിനെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. പ്രധാനമായും ശബരിമല മാസ്റ്റർ പ്ലാൻ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ റിസൾട്ട് എന്ന് എടുത്തു പറയുവാൻ സാധിക്കുന്നത്. അതിൽ തന്നെ പിൽഗ്രീം ടൂറിസം മാനേജ്മെന്റിനാണ് മുൻഗണന ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുമാത്രമല്ല, ശബരിമല വികസനത്തിനായി 18-അംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. സമിതി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിർദ്ദേശങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായി തന്നെ പഠിക്കും, പരിശോധിക്കും. അതിനുശേഷം അതിന്റെ ദേവസ്വം മന്ത്രി സമിതി ചെയർമാനായി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ ഇപ്പോൾ പങ്കുവച്ചത്. ഇപ്പോൾ നിർബൻ ചക്രവർത്തി ചേരുകയാണ് ഈ സമാപന സമ്മേളനത്തിന്റെയും 3 സെഷന്റെയും പൂർണ്ണമായ വിശദാംശങ്ങളുമായി. നിർബൻ, ഇപ്പോൾ സമാപന സമ്മേളനത്തോടുകൂടി ആഗോള അയ്യപ്പ സംഗമത്തിന് അന്ത്യമായിരിക്കുകയാണ്. വളരെ വലിയ മികച്ചതുമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ ഈ 3 സെഷനിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്നുള്ള സന്തോഷ വാർത്ത. നേരത്തെ ഡേറ്റ് ചോദിച്ചതാണ്, അന്ന് വെള്ളപ്പൊക്കമൊക്കെ ഒന്നുകൊണ്ടത് മാറ്റിയതാണ്. സമിതിയെ രൂപീകരിച്ചു എന്നതാണ് ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന് ഏറ്റവും നിർണായകമായ കാൽവയ്പ് എന്ന് തന്നെ പറയാം. ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള VN വാസവൻ, അതാത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ചെയർമാനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കൺവീനറുമായിട്ടുള്ള സമിതിയാണ് രൂപീകരിക്കുന്നത്. ആ സമിതിയായിരിക്കും ഭാവിയിലുള്ള വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുക. നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ സമിതി ക്രോഡീകരിച്ച് ഉറപ്പാക്കും. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ വാസവൻ അത് കേൾക്കുന്നുണ്ട്. നിർബൻ, തുടർന്നോളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കൂടി ചേർക്കാനുണ്ട്. രാഷ്ട്രപതി ശബരിമലയിൽ അടുത്ത മാസം വരുന്നു എന്ന പ്രഖ്യാപനം കൂടി ഇതേ വേദിയിൽ തന്നെ നടത്തി. അത് ശബരിമലയുടെ വികസനം സംബന്ധിച്ച് അടിസ്ഥാന പ്രഖ്യാപനത്തിനൊപ്പം ചേരുന്നതാണ്. ഇക്കാര്യങ്ങളിൽ വികസന കാര്യങ്ങളിൽ കോടതിയുടെ തരത്തിലുള്ള നിരീക്ഷണം വേണം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം കൂടി ഇപ്പോൾ ഈ പറഞ്ഞ ആഗോള സംഗമത്തിൻ്റെ സമാപനത്തിൽ തന്നെ പ്രഖ്യാപിച്ചു എന്നതാണ്. അത്തരത്തിൽ ഈ 18-അംഗ സമിതിയായിരിക്കും ഭാവിയിൽ ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിൽ ഏറ്റവും നിർണായകമായി മാറുക. ഇനി ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. പ്രധാനപ്പെട്ട 3 സെക്ഷനുകളാണ് നടന്നത്. ആ സെക്ഷനുകളിൽ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുള്ള മറുപടിയാണ് മന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സമാപനത്തിൽ നടത്തിയത്. അത് ഇനി ഈ ശബരിമല വികസനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിലെ നാഴികക്കല്ലായി മാറുന്ന സംഗമമായി ഈ ആഗോള സംഗമം മാറിയെന്ന് തന്നെയാണ് മന്ത്രി VN വാസവൻ ഈ സമാപന സമ്മേളനത്തിൻ്റെ അവസാനം പറഞ്ഞത്. ഇതൊരു തുടക്കമാണ്. ശബരിമലയെ സംബന്ധിച്ച് വികസനത്തിൻ്റെ പുതിയ തുടക്കമായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറി എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രഖ്യാപനം പൂർത്തിയാക്കി. അതിൻ്റെ സമാപന സമ്മേളനം കഴിഞ്ഞു. ഇനി ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ കൂടിയായിട്ടുള്ള വിജയ് യേശുദാസിൻ്റെ ഗാനമേള അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആ പ്രാതിനിധ്യം കൊണ്ടും ഒപ്പം തന്നെ ക്രിയാത്മകമായ ചർച്ച കൊണ്ടും ശബരിമല വികസനത്തിനെ സംബന്ധിച്ച് നിർണായകമായ ചുവടുവയ്പായി ആഗോള അയ്യപ്പ സംഗമം സമാപിക്കുകയാണ്. സിന്ധൂരി, അതായത് നിർബൻ, അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളത്തെക്കുറിച്ചും അതേപോലെ തന്നെ ശബരി റെയിൽപാതയെക്കുറിച്ചുമാണ്. ഈ രണ്ട് കാര്യത്തിലും ഒരു ഉറപ്പുകൂടി ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ പങ്കുവച്ചിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി സമാപന സമ്മേളനത്തിൽ വ്യക്തമാക്കി. ശബരി റെയിൽപാതയുടെ സ്ഥലമെടുപ്പ് പൂർത്തിയായി വരികയാണ്. റോപ്പ് വേക്ക് വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി റവന്യൂ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. 25ഓളം സംഘടനകളുടെ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ലഭിച്ചു. മാധ്യമങ്ങളും വിലപ്പെട്ട സംഭാവനകൾ അയ്യപ്പ സംഗമത്തിന് നൽകി. ശബരിമലയുടെ വികസനത്തിന് പുതിയ തുടക്കമായിരുന്നു ഈ അയ്യപ്പ സംഗമം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഒക്ടോബറിൽ സന്നിധാനത്ത് എത്താനാണ് പരിപാടി ഇട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും നടന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം
ബോർഡിൻ്റെ സൗകര്യം ഇതിന് തേടിയിട്ടുണ്ട് എന്ന പ്രഖ്യാപനവും ആ ചടങ്ങിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ 18-അംഗ സമിതി എടുത്തത് തന്നെയാണ്. 18-അംഗ സമിതിയിൽ അതിൻ്റെ ചെയർമാൻ പദവി ദേവസ്വം മന്ത്രി വഹിക്കും. ഒപ്പം തന്നെ കൺവീനറായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രവർത്തിക്കും. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ചുവടുവയ്പായി മാറുകയാണ്. ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തും ഏറ്റവും നിർണായകമായ വികസന കേന്ദ്രമായി ഇത് മാറുന്നു. അങ്ങനെ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ ചർച്ചകൾ നടക്കും, നിർദ്ദേശങ്ങൾ പരിശോധിക്കും. നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പുതിയൊരു തുടക്കമായി ആഗോള അയ്യപ്പ സംഗമം മാറുകയാണ്. സിന്ധൂരി. ശരി, വ്യക്തമാണ് നൃപൻ. എന്തായാലും ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനമായിരിക്കുകയാണ്. ശബരിമല വികസനത്തിനായി 18-അംഗ സമിതി രൂപീകരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ പങ്കുവച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയായിരിക്കും ഈ ഒരു സമിതിയുടെ ചെയർമാനായി വരിക. തുടർന്ന് അങ്ങോട്ടുള്ള ശബരിമലയുടെ വികസനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഈ 3 സെഷനുകളായി ഉയർന്നു വന്ന ഓരോ നിർദ്ദേശങ്ങളും ഈ സമിതി പരിശോധിക്കും, ക്രിയാത്മകമായി ഇടപെടും എന്നൊരു തീരുമാനം കൂടിയാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി എൻ വാസവൻ പങ്കുവച്ചിരിക്കുന്നത്. നിർവൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.